ആ കാണുന്നതാണ് നമ്മുടെ ആദിയോഗിയുടെ സ്റ്റാറ്റു. അതിൻ്റെ ബാക്കിലായിട്ടാണ് ആശ്രമം. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് കോയമ്പത്തൂർ പോകുന്ന വഴിയാണ്. കോയമ്പത്തൂർ ആദിയോഗി കാണാനായിട്ടാണ് പോകുന്നത്. കോയമ്പത്തൂർ ആദിയോഗിയിൽ 1-2 തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടുത്തെ ലേസർ ഷോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അത് കാണാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. ഇത് പീച്ചിൽ നിന്ന് വരുന്നൊരു കനാലാണ്, ഇറിഗേഷൻ വിഭാഗത്തിനാണ്. അപ്പുറത്തെ ഗ്രാമങ്ങളിലേക്ക് ജലസേചനത്തിനായിട്ട് ഒരു ബ്രിഡ്ജ് പോലെ പണിതേക്കുന്നതാണ്. ഒരു മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാർമേഘങ്ങളൊക്കെ വന്നിട്ട് ഇരുണ്ട് മൂടി കിടപ്പുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വടക്കഞ്ചേരിയൊക്കെ കഴിഞ്ഞു. മേലെ ഈ കാർമേഘങ്ങളൊക്കെ വന്ന് മൂടുമ്പോൾ പാലക്കാട് റൂട്ടിലൂടെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളും കാണാൻ അടിപൊളിയാണ്. മഴയില്ലാത്ത സമയത്തും പാലക്കാട് റൂട്ടിലൂടെ പോകുമ്പോൾ പാലക്കാട് എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. പാലക്കാട് ഗ്രാമങ്ങളുടെ ഭംഗി അത് വേറെയാണ്. വേറെ മീൻസ് വേറെ ലെവലാണ് ഗെയ്സ്. അങ്ങനെ മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ മഴയില്ലാത്ത ലൊക്കേഷനിൽ വെച്ച് ക്യാമറ ഓണാക്കാം ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ മഴയില്ലാത്തൊരു സ്ഥലത്തെത്തി. അട്ടപ്പളം എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. പാലക്കാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പെടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ടോൾ പ്ലാസയ്ക്ക് മുമ്പാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ടോൾ പ്ലാസ എത്താറായിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ടോൾ പ്ലാസയുടെ നിരക്കുകൾ എഴുതി വെച്ച് ആ ബോർഡുകൾ കാണാം. ഗെയ്സ്, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നുണ്ട്. എല്ലാവരും ആ കുന്നിൻ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് വണ്ടി നിർത്തി നോക്കട്ടെ. ഇവിടെ കുറേ പേര് വണ്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങളും നിർത്തി. എന്നിട്ട് ഞങ്ങൾ കുന്നിൻ മുകളിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അടിപൊളി വ്യൂ പോയിൻ്റാണ്. ടോൾ പ്ലാസയ്ക്ക് തൊട്ട് സൈഡിലായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ബൈക്ക് എടുത്ത് പിന്നെ വാളയാറൊക്കെ കഴിഞ്ഞു. പിന്നെ ബൈക്ക് എടുത്ത് പോകുമ്പോഴൊക്കെ ആ മല നമ്മുടെ കൂടെ വരുന്ന പോലെ തോന്നുന്നു. ഞങ്ങളിപ്പോൾ വാളയാറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലം കണ്ടു. അപ്പോൾ വെറുതെ ഒന്ന് നിർത്തിയതാണ്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാല്ലേ? ഗൈസ്, ഇവിടെ ഹൈവേയുടെ ഭാഗത്ത് കുറേ രാജമല്ലിപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ പൊളിയാണ്. എങ്ങനെയുണ്ട്? ചാവടി കോയമ്പത്തൂർ 21 കിലോമീറ്റർ ഇവിടുന്ന്. ബാംഗ്ലൂർ മേലെ വെച്ചാ ഞങ്ങളെ ചിമ്മിനി പോകേണ്ടതായിരുന്നു ഇന്ന്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മണ്ണുത്തി എത്തിയപ്പോൾ ഹൈവേ കണ്ടപ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂട്ട് മാറ്റിയതാണ്. കോയമ്പത്തൂർ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ നല്ല മഴയുണ്ട്. പക്ഷെ മഴ പെയ്ത് പോയതാണ്. ഗൈസ്, എങ്ങനെയുണ്ട്? കുറേ വീടുകൾ. ആ വീടുകൾ നിൽക്കണ ലൊക്കേഷൻ നോക്കിയാൽ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതെ, നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ എല്ലായിടത്തും വീടുകളാണ്. കൃഷി സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ വീട് ഒരു ഭാഗത്താണ്, കൃഷി സ്ഥലം ഇങ്ങനെ വിശാലമായിട്ട് എടുക്കുകയായിരിക്കും. വീട് ആകെ കുറച്ച് സ്ഥലത്തുണ്ടാവും. നമ്മളെ പോലെ ആഡംബരമായിട്ടൊന്നും ഉണ്ടാവില്ല വീട്. പഴനി റൂട്ടിലല്ല, അല്ലല്ല, പഴനി നമ്മുടെ ഗോവിന്ദാപുരം ആ വഴി പോകണം. പൊളി പൊളി പൊളി. ഇവിടെ നല്ല മഴ പെയ്തിട്ടാ. നമ്മള് എവിടെ പോയാലും മഴ കഴിഞ്ഞിട്ട് വരാറ്.
നമ്മളിപ്പോൾ ഹൈവേന്ന് ഇപ്പോൾ സർവീസ് റോഡിലേക്ക് തിരിഞ്ഞു. സർവീസ് റോഡിൽ നിന്ന് പിന്നെ ഇനി ആ കാണുന്ന ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഇനി പോവേണ്ടത്. ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ ഇഷ പോകേണ്ട വഴി. ഇവിടെ കോയമ്പത്തൂർ ടൗൺ എന്ന ഒരു ബോർഡ് കാണാം. അമ്പലമായിരിക്കും. മടുക്കാറായി. സ്ഥലത്തിന് പേര് നോക്കി, മടുക്കാറായി. എന്ത് പറ്റിയാവോ? ടയർ പഞ്ചറായില്ലേ? സഹായിച്ചു കൊടുക്കണ? സഹായിച്ചു കൊടുക്കണ? അങ്ങനെ പറയില്ല കൊച്ചേ. ആരെങ്കിലും സഹായിച്ചിട്ട് ഒരു വട്ടം സഹായിച്ചെന്നും നമ്മളിപ്പോ കോയമ്പത്തൂർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തി. ഞങ്ങളിപ്പോൾ ഒരു കുറുക്ക് വഴികളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു എൻട്രി ബോർഡ് കണ്ടു. അപ്പോൾ അതുവഴി 2 വീലർ പോകാമെന്നാണ് ഓട്ടോ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ പൊളി ആണ്. ഈ റൂട്ടാക്കി കൂടിയാണ്. സ്ട്രൈറ്റാ പോയിട്ട് ലെഫ്റ്റ് അതാവില്ല അണ്ണ. ഇഷ ഫൗണ്ടേഷൻ ആദിയോഗി മഹാദേവ് സ്റ്റാറ്റ്യൂ. ആദിയോഗി தெரியலைங்க, குழப்பமில்ல, ഞങ്ങൾ ചോദിച്ചോളാം. இது வெள்ளிங்கிரி மலை சொல்றீங்களா? வெள்ளிங்கிரி ஈசாயோவா? ஈசாயோவா. தேங்க்யூ. அதில் போயிட்டு கோவைப்புத்தூர் பிரிவு அதுலேருந்து பேரூர் அட்ரஸ் தொண்டாமுத்தூர் ஈசா. சரி, ஓகே, தேங்க்யூ. கோவைப்புத்தூர், பேரூர், தொண்டாமுத்தூர். നമുക്കിനി ഈ താഴെ കൂടെയുള്ള വഴി കൂടെയാണ് തിരിഞ്ഞു പോകേണ്ടത്. മേലെ കൂടെ റെയിൽവേ പാളം പോകുന്നുണ്ട്. ആണ്ടെന്തൊക്കെ പറഞ്ഞ കൊച്ചിന് വല്ലതും മനസ്സിലായോ? നല്ല തണുത്ത കാറ്റ്, ചെറിയ ചെറിയ ചാറ്റി മഴ, നമ്മുടെ KSRTC. പിന്നെ എന്ത് വേണം കൊച്ചേ? റോഡ് അത്ര വലിയ കാര്യമില്ല, പക്ഷേ മെയിൻ റോഡുകൾ അടിപൊളിയാണ്. പക്ഷേ തമിഴ്നാട് റോഡുകളിലേക്ക് അടക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റോഡുകളാവാറ്. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല. ഇവിടെ ചക്ക തൂക്കാൻ പറ്റുന്ന കൊച്ച, നമുക്ക് ആ പറമ്പിൽ പോയിട്ട് ചക്ക കയറ്റുമതി ചെയ്താലും കൊണ്ട്
കുറേ നേരം ബൈക്ക് ഓടിച്ചതിന് ശേഷം ഞങ്ങളൊരു നല്ലൊരു ടീ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഒരു ചായ കുടിച്ചു. ഇനി ഇവിടുന്ന് ഒരു 16 കിലോമീറ്ററും കൂടി ഉണ്ട് ആദിയോഗിയിലേക്ക്. പിന്നെ ഞങ്ങൾ കണക്ട് ചെയ്തിരുന്ന മൈക്കും ഫോണുമായിട്ടുള്ള ബന്ധം എങ്ങനെയോ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ വന്ന വീഡിയോ ഒക്കെ എടുത്തു നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ കൊടുത്ത വോയിസ് ഒന്നും റെക്കോർഡായിട്ടില്ല എന്ന് കാണിക്കുന്നത്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമുക്കുള്ള യാത്ര. കാണാൻ പൊളിയാണ്, നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സമയം ഇപ്പോൾ ഒരു 6 മണിക്ക് കഴിഞ്ഞു. ലേസർ ഷോ തുടങ്ങുന്നത് അവിടെ 7 മണിക്കാണെന്നാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് എന്നറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന കാരണം സമയമൊന്നും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സമയം നോക്കിയിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ജിമ്മിന് പോകാനായിട്ട് ഇറങ്ങിയത് കാരണം ഞങ്ങൾ അങ്ങനെ സമയമൊന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എത്തുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സത്യം പറഞ്ഞൊരു പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്പായിരുന്നു ഇന്നത്തെ. മഴ കാരണമാണ് എന്തായാലും റൂട്ടൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ആദിയോഗിയിലെ ലേസർ ഷോ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. സൂര്യൻ ചേട്ടൻ ഇനി നാളെ കാണുന്ന രീതിയിൽ ടാറ്റയ്ക്ക് തന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള തെങ്ങും തോപ്പുകളും പിന്നെ കവുങ്ങും തോപ്പുകളൊക്കെ ആയിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ്. ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കാണാൻ പൊളിയാണ്. അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്, അവിടെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. താഴെ ഇങ്ങനെ പുല്ലൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എന്തായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കണം. കാരണം നമുക്ക് ആ കൃഷി സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ ആ സ്ഥലത്തിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടതാണ്. നമ്മളിപ്പോൾ ആദിയോഗിയുടെ അവിടെ എത്താറായിട്ടുണ്ട്. ആ വെള്ളങ്കിരി മലനിരകൾ നമുക്ക് ഇവിടെ നോക്കി കാണാം. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ ആദിയോഗി വരുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളൂ. ഇനി ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിൽ ഒരു എൻട്രൻസ് കാണാം. അതിലൂടെ കടന്നു വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ആ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഒരു പാർക്കിംഗ് ഫീ ആണ്. അത് ബൈക്കിന് 10 രൂപയാണ്, കാറുകൾക്ക് എത്രയാണെന്ന് അറിയില്ല. നമ്മളെ തൊട്ട് മുന്നിൽ പോകുന്ന വാഹനങ്ങളൊക്കെ റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻട്രൻസ് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ്. പിന്നെ വരുന്നത് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു എൻട്രൻസ് കൂടി ഉണ്ട്. പിന്നെ വാഹനങ്ങൾ പുറകിലത്തെ എൻട്രൻസ് കൂടെ അകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ പുറകുവശത്തെ റോഡ് മാർഗ്ഗമായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എൻട്രൻസിലോട്ട് വരാനായിട്ട് പുറകുവശത്തെ റോഡ് മാർഗം കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻട്രൻസ് കാണാവുന്നതാണ്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 2 വീലറിനായിട്ട് പ്രത്യേക സ്ഥലമുണ്ട്, പിന്നെ 4 വീലറിനും പ്രത്യേക സ്ഥലമുണ്ട്. ഇവിടെയാണ് പാർക്കിങ്ങിന് ഫീ കൊടുക്കുന്ന സ്ഥലം. അതിനായിട്ട് വാഹനങ്ങൾ ലൈനിൽ നിൽക്കുകയാണ്. 2 വീലേഴ്സ് കുറവായത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റി. നമ്മൾ ബൈക്കൊക്കെ നിർത്തി കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പിന്നെ ആദ്യം കാണുന്നത് ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ആദിയോഗിയുടെ സ്റ്റാറ്റു. അതിൻ്റെ ബാക്കിലായിട്ടാണ് ആശ്രമം. അതിൻ്റെ ബാക്കിലൂടെ കുറച്ച് നടക്കാനുണ്ട്. ഇതിലൂടെ നടന്നിട്ട് വേണം നമുക്ക് ആശ്രമത്തിൽ പോയി. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ മുമ്പ് പോയിട്ടുള്ളതാണ്, അത് കാരണം ഞങ്ങൾ ആശ്രമത്തിൽ പോകുന്നില്ല. ഇപ്പോൾ ലേറ്റ് കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് വന്നേക്കുന്നത്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഗൈസ്. ചുറ്റോറും നല്ല മലയിലൊക്കെ ഇങ്ങനെ മഴക്കാരും പിന്നെ കോടയും ഇരുട്ടൊക്കെ കയറിയിട്ടുള്ളൊരു അന്തരീക്ഷമായ കാരണം അടിപൊളിയാണ്. ഇപ്പോൾ എന്തായാലും വന്ന സമയം പൊളിയാണ്. ഞങ്ങളുടെ സ്റ്റാർട്ട് പിന്നെ നമ്മുടെ റോഡ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അകലിൽ തന്നെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണാനില്ല. ചുറ്റോറും ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച കാരണം നമുക്ക് അങ്ങനൊരു വ്യൂ റോഡ് സൈഡിൽ നിന്ന് ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം സ്ഥലം എത്തിയോ എന്നുള്ള ആകാംക്ഷയായിരുന്നു ഇവിടെ എത്തും വരെ. കൊച്ചു ഇവിടെ നിന്ന് നടന്നു വരില്ലേ? കൊച്ച് എന്തെങ്കിലും പറയും. എന്താണ്? ഞങ്ങൾ 2ാമത്തെ വട്ടമാണ് വരുന്നത്. നമ്മളെവിടെ പോവായിരുന്നെന്ന്? ചിമ്മിനി ഡാം പോകാനിരുന്ന ഞങ്ങളാണ്. ഞങ്ങൾ
ജിമ്മിന് പോവാണ് ഞങ്ങൾ. ഇവിടേക്കാണ് വന്നത്. സംഭവം ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ മണ്ണുത്തെത്തിയപ്പോൾ ആ ചിന്തയായി ജിമ്മിന് പോണോ. കൊച്ചു പറഞ്ഞു ആദ്യമേക്ക് പോയാലോ ഒന്ന്. കാരണം എങ്ങനെയാന്ന് സ്റ്റാച്ചു കണ്ടു ഫോട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ജസ്റ്റ് പറഞ്ഞു യെസ് കൂളൊന്നും അറിഞ്ഞില്ല. അതേ പൊടി നല്ല കാറ്റുണ്ട്, നാളെ പൊടിക്കാറ്റാണ്. ஆதியோகி திவ்ய தரிசனம் நிகழ்ச்சிக்கு வருகை தந்திருக்கும் உங்கள் அனைவரையும் அன்புடன் வரவேற்கிறேன். Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end,
curious onlookers melted away. Only 7 seekers remained as they could not tear themselves away from him.